നമസ്കാരം. നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? ജീവിതത്തിന്റെ അവസാനം എത്തുമ്പോൾ ശരിക്കും ആരൊക്കെയാവും നമുക്ക് വേണ്ടി വിഷമിക്കുക? അതൊരു വലിയ ചോദ്യം തന്നെ. അതെ, റോബിൻ ശർമ്മയുടെ നിങ്ങൾ മരിക്കുമ്പോൾ ആരെ കരയും, അതായത് ഹൂ വിൽ ക്രൈ വെൻ യു ഡൈ എന്ന പുസ്തകം തുടങ്ങുന്നത് തന്നെ ഈ ഒരു ചിന്തയിൽ നിന്നാണ്. ശരിയാണ്. ഇന്ന് നമ്മൾ ഈ പുസ്തകത്തിന്റെ ഒരു സംഗ്രഹം, അതിന്റെ പ്രധാന ആശയങ്ങളൊക്കെ ഒന്ന് നോക്കാൻ പോവാണ്. ഇതിലെ 101 ചെറിയ പാഠങ്ങളാണുള്ളത് അല്ലേ? അതെ, 101 പാഠങ്ങൾ. കൂടുതലൊരു ലക്ഷ്യബോധത്തോടെ പിന്നെ ഒരു സമാധാനത്തോടെയൊക്കെ ജീവിക്കാൻ സഹായിക്കുന്ന വഴികൾ. ജീവിതത്തിന് ഒരു അർത്ഥം കണ്ടെത്താൻ സഹായിക്കും. അപ്പോൾ ഇതിലെ പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വിശദമായി നോക്കിയാലോ? നിങ്ങളുടെ ജീവിതത്തിൽ ഇതെങ്ങനെ ഉപയോഗിക്കാമെന്നും കാണാം. തീർച്ചയായും. തുടങ്ങാം. ആദ്യത്തെ ഒരു പ്രധാന ആശയം വെറുതെ അങ്ങ് ജീവിച്ചു പോവാതെ ഒരു ലക്ഷ്യത്തോടെ ജീവിക്കുക എന്നതാണ്. അതായത് ഒരു പർപ്പസ് വേണം. അതെ, ശർമ്മ പറയുന്നത് എന്തിനു വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നതെന്ന് സ്വയം ചോദിച്ച് ഒരു ജീവിത ദൗത്യം, ഒരു മിഷൻ സ്റ്റേറ്റ്മെന്റ് പോലെ അത് കണ്ടെത്തണമെന്നാണ്. ഞാൻ എന്ത് ലെഗസിയാണ്, എന്ത് പൈതൃകമാണ് ഇവിടെ ബാക്കി വയ്ക്കാൻ പോകുന്നത് എന്നൊരു ചിന്ത. അതേ ചിന്ത. ശരിയാണ്. വെറുതെ ഇങ്ങനെ പ്രതികരിച്ച് ജീവിക്കുന്നതിന് പകരം നമ്മൾ ബോധപൂർവം തീരുമാനങ്ങൾ എടുക്കണം. പലപ്പോഴും നമുക്കൊരു ദിശാബോധം നഷ്ടപ്പെട്ട പോലെ തോന്നാറില്ലേ? തോന്നാറുണ്ട്. പക്ഷെ ഒരു ലക്ഷ്യം മുന്നിലുണ്ടെങ്കിൽ നമ്മുടെ ദിവസേനയുള്ള കാര്യങ്ങൾക്ക് പോലും ഒരു പുതിയ അർത്ഥം വരും. അത് ചിലപ്പോൾ ഒന്ന് എഴുതി വെക്കുകയോ മനസ്സിൽ കാണുകയോ ഒക്കെ ചെയ്യുന്നത് നല്ലതാണെന്നും പുസ്തകത്തിൽ പറയുന്നുണ്ട്. അത് ആ ലക്ഷ്യം മനസ്സിൽ ഉറപ്പിക്കാൻ സഹായിക്കും. പിന്നെ ലക്ഷ്യം മാത്രം പോരല്ലോ, അത് നടപ്പാക്കാൻ ദൈനംദിന ശീലങ്ങൾ വേണം. അതാണ് അടുത്ത പോയിന്റ്. ഡെയിലി ഹാബിറ്റ്സ്, ചെറിയ ചെറിയ കാര്യങ്ങൾ. അതെ, ചെറിയ കാര്യങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ അത് പതിയെ പതിയെ വലിയ മാറ്റങ്ങളിലേക്ക് നയിക്കും. ഉദാഹരണത്തിന്, നേരത്തെ എഴുന്നേൽക്കുന്നത്, ദിവസവും കുറച്ചു നേരം വായിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളൊക്കെ ഒരു ഡയറിയിൽ എഴുതുന്നത്, കൃതജ്ഞത പറയുന്നത്. അതൊക്കെ വളരെ സിമ്പിളായിട്ട് തോന്നും, പക്ഷെ അതിന്റെ എഫക്റ്റ് വലുതാണ്. ശർമ്മയുടെ ഒരു വാചകമുണ്ട് ഈ ഭാഗത്ത്, അതെനിക്കിഷ്ടപ്പെട്ടു. ഏതാണ്? സാധാരണക്കാർക്ക് വലിയ ടിവികളുണ്ട്, അസാധാരണ മനുഷ്യർക്ക് വലിയ ലൈബ്രറികളുണ്ട്. അതൊരു കൊള്ളാവുന്ന താരതമ്യമാണല്ലോ. ശീലങ്ങളുടെ ശക്തിയാണത് കാണിക്കുന്നത്. അതെ, ഈ ചെറിയ സ്ഥിരമായ ചുവടുവെപ്പുകൾ, അതിനാണ് പവർ കൂടുതൽ. ഒറ്റയടിക്ക് വലിയ മല മറിക്കാൻ നോക്കുമ്പോഴാണ് നമുക്കൊരു മടുപ്പ് തോന്നുന്നത്. ശരിയാണ്, ഭാരം തോന്നും. പക്ഷേ ദിവസവും ഒരു പേജ് വായിക്കുക, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് വെറുതെ ഇരിക്കുക, ധ്യാനിക്കുക എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ പതിവാക്കുന്നത് എളുപ്പമല്ലേ? ആണ്. കാലം പോകുമ്പോ ഈ ചെറിയ ശീലങ്ങളൊക്കെ കൂടിച്ചേർന്ന് വലിയ പുരോഗതിയുണ്ടാക്കും. ഒരു കോമ്പൗണ്ടിംഗ് എഫക്റ്റ് പോലെ. സ്ഥിരതയാണ് പ്രധാനം, അല്ലാതെ തീവ്രതയല്ല. അതുതന്നെ. കൺസിസ്റ്റൻസി ഈസ് കീ. അടുത്തൊരാശയം പൈസയേക്കാൾ മൂല്യം സമയത്തിന് കൊടുക്കണമെന്നതാണ്. അത് വളരെ ശരിയാണ്. സമയം പോയാൽ പിന്നെ കിട്ടില്ലല്ലോ. ഒരിക്കലും കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ സമയം എങ്ങനെ ചിലവാക്കുന്നു എന്നതിൽ നല്ല ശ്രദ്ധ വേണം. വെറുതെ കളയാൻ പാടില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ജീവിതം കുറച്ചുകൂടി സിമ്പിളാക്കണം എന്നും ശർമ്മ പറയുന്നുണ്ട്. ഇതിന്റെ ഒരു പ്രാക്ടിക്കൽ സൈഡ് എന്താണെന്ന് വെച്ചാൽ, സമയം വിലപ്പെട്ടതാണെന്ന് അറിഞ്ഞാൽ മാത്രം പോരാ, അതിനെ സംരക്ഷിക്കുകയും വേണം. അതെ, ആവശ്യമില്ലാത്ത കാര്യങ്ങളോട് നോ പറയാൻ പഠിക്കണം. അത് പ്രധാനമാണ്. അതെ. എന്നിട്ട് നമുക്ക് ശരിക്കും പ്രാധാന്യമുള്ള കാര്യങ്ങൾ, വേണ്ടപ്പെട്ടവർ, അവർക്ക് വേണ്ടി സമയം കണ്ടെത്തണം. പലപ്പോഴും ഈ തിരക്കിനിടയിൽ സമയം എങ്ങോട്ടാ പോകുന്നതെന്നൊരു പിടിയും കിട്ടില്ല. അപ്പോൾ നമ്മുടെ ഊർജം, ശ്രദ്ധ, ഇതൊക്കെ എവിടെ കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത് തന്നെ ജീവിതത്തിൽ വലിയ വ്യത്യാസമുണ്ടാക്കും. ശരിയാണ്. അപ്പോൾ ഈ ശീലങ്ങളും സമയത്തിന്റെ മൂല്യം മനസ്സിലാക്കലുമൊക്കെ ഒരു നല്ല ജീവിതത്തിന് ബേസ് ഇടുമ്പോൾ ശരിക്കുള്ള വളർച്ച വരുന്നത് നമ്മളെ കംഫർട്ട് സോൺ വിട്ട് പുറത്തു വരുമ്പോഴാണെന്നും ശർമ്മ ഓർമ്മിപ്പിക്കുന്നു. ഭയങ്ങളെ നേരിടുന്നത് പോലെ, അല്ലേ? അതെ. ഭയങ്ങളെ ഫേസ് ചെയ്യാതെ പേഴ്സണൽ ഗ്രോത്ത് ഇല്ല. നമ്മളൊരു സുരക്ഷിത വലയത്തിനുള്ളിൽ നിന്നാൽ വലിയ കാര്യമൊന്നുമില്ല. ഇല്ല. അത് പരാജയപ്പെടുമോ എന്ന പേടിയാവാം, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന ചിന്തയാവാം. അതിനെയൊക്കെ മറികടക്കാൻ ശ്രമിക്കുമ്പോഴാണ് പുതിയ സാധ്യതകൾ തുറന്നു വരുന്നത്. തീർച്ചയായും. പിന്നെ സമ്പന്നമായ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നതും ഇതുപോലെ തന്നെ പ്രധാനമാണ്. ശരിയാണ്. കുടുംബം, സുഹൃത്തുക്കൾ, അവരുമായിട്ടൊക്കെ നല്ല ആഴത്തിലുള്ള ബന്ധം വേണമെന്ന് പറയുന്നുണ്ട്. വേണം. കാരണം അവസാനം ആലോചിക്കുമ്പോൾ, നിങ്ങൾ മരിക്കുമ്പോൾ ആര് കരയും എന്ന ചോദ്യത്തിന്റെ ഉത്തരം നമ്മുടെ ബന്ധങ്ങളിലാണുള്ളത്. നമ്മൾ എത്ര പേരുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെന്നത്. അതുതന്നെ. സ്നേഹം, സ്വാധീനം, അതൊക്കെ. ശർമ്മ
ഒരു റിലേഷൻഷിപ്പ് ബാങ്ക് അക്കൗണ്ട് എന്നൊരു ഐഡിയ പറയുന്നുണ്ട്. ആ കേട്ടിട്ടുണ്ട്. അതിൽ നമ്മൾ സ്നേഹം, ശ്രദ്ധ, കരുതൽ ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്യണം. നല്ലൊരു സങ്കല്പമാണത്. മുൻപ് നമ്മൾ പറഞ്ഞില്ലേ, വ്യക്തിപരമായ ലക്ഷ്യങ്ങളും ഈ ബന്ധങ്ങളും എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകുമെന്ന്. ആ അതെങ്ങനെ ബാലൻസ് ചെയ്യും? ശർമ്മ പറയുന്നത് അതിന് ബോധപൂർവമായ തീരുമാനങ്ങൾ വേണമെന്നാണ്. എല്ലാത്തിനും ഓടി നടക്കാതെ ശരിക്കും പ്രാധാന്യമുള്ള കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുക. മനസ്സിലായി. അപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടിച്ചേർന്ന് അവസാനത്തെ ആശയത്തിലേക്കെത്തുന്നു. ഒരു പൈതൃകം അവശേഷിപ്പിക്കുക, ഒരു ലെഗസി. അതെ, നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് എന്ത് നല്ല സ്വാധീനമുണ്ടായി. അവിടെയും ശർമ്മയുടെ ഒരു വാചകം ഓർക്കൂറുണ്ട്. ഏറ്റവും ചെറിയ പ്രവൃത്തി പോലും ഏറ്റവും ഉന്നതമായ ഉദ്ദേശ്യങ്ങളെക്കാൾ എല്ലായ്പ്പോഴും മികച്ചതാണ്. വളരെ ശരിയാണ്. ലെഗസി എന്ന് പറയുമ്പോൾ വലിയ സ്മാരകങ്ങളോ ലോകം മുഴുവൻ അറിയപ്പെടുന്നതോ ആകണമെന്നില്ല. ഇല്ല. അത് നമ്മുടെ ഡെയിലി ആക്ഷൻസിലൂടെ, നമ്മുടെ ദയയിലൂടെ, നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുന്നൊരു സപ്പോർട്ടിലൂടെ, നമ്മുടെ മൂല്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നതിലൂടെ. അതെ, അതെല്ലാമാണ്. നമ്മൾ പോയിക്കഴിഞ്ഞാലും മറ്റുള്ളവരുടെ ഓർമ്മകളിൽ നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത്, അതാണ് ശരിക്കുള്ള പൈതൃകം. അപ്പോ നമ്മൾ ഇപ്പോൾ ഈ ചർച്ച ചെയ്ത കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ എന്താണിതിൽ നിന്നുള്ളൊരു ടേക്ക് അവേ? എനിക്ക് തോന്നുന്നത് ഈ പുസ്തകം അല്ലെങ്കിൽ ഈ ആശയങ്ങൾ വെറുതെ കുറെ ഉപദേശങ്ങൾ തരികയല്ല, അല്ല, മറിച്ച് ലക്ഷ്യബോധം, നല്ല ബന്ധങ്ങൾ, പിന്നെ മറ്റുള്ളവരിലൊരു നല്ല സ്വാധീനം ചെലുത്തുക, ഇതിലൂടെയൊക്കെ എങ്ങനെ ഒരു അർത്ഥവത്തായ ജീവിതം നയിക്കാം എന്നതിന് ഒരു പ്രാക്ടിക്കൽ ഗൈഡ് തരുന്നുണ്ട്. മാത്രമല്ല, അല്ല, നമ്മുടെ സ്വഭാവം, നമ്മുടെ ബന്ധങ്ങൾ, നമ്മൾ ഈ ലോകത്തിന് എന്തു കൊടുക്കുന്നു, അതെല്ലാം ചേർന്നതാണ്. അപ്പോ ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ഇതെങ്ങനെ പ്രയോജനപ്പെടുത്താം? തീർച്ചയായും കൂടുതൽ മീനിംഗ് ഫുള്ളായ ഒരു ലൈഫ് ആഗ്രഹിക്കുന്ന ആർക്കും ഇതൊരു പ്രചോദനമാവും, ഒരു ക്ലാരിറ്റി കിട്ടും. ഇത് കേൾക്കുമ്പോൾ ഒരു നിമിഷം സ്വന്തം ശീലങ്ങളെക്കുറിച്ചും നിങ്ങൾ ഇപ്പോൾ എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നതെന്നതിനെ